അപ്പോൾ ഗൈസ് ഇന്ന് പറയാൻ പോണത് യൂട്യൂബ് സ്റ്റുഡിയോനെ പറ്റിയാണ്. യൂട്യൂബ് സ്റ്റുഡിയോ നിങ്ങൾക്ക് ഈസിയായി ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ യൂട്യൂബ് സ്റ്റുഡിയോന്നോ ക്രിയേറ്റർ സ്റ്റുഡിയോന്നോ അടിച്ചാൽ യൂട്യൂബ് സ്റ്റുഡിയോ വരുന്നതായിരിക്കും. യൂട്യൂബ് സ്റ്റുഡിയോ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യാത്തത് ഇൻസ്റ്റാൾ ചെയ്തതും കൊണ്ടാണ് എനിക്ക് ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്താൽ വരുന്ന വിൻഡോ ഇങ്ങനത്തെ ഒരു വിൻഡോ ആയിരിക്കും. അത് ഓപ്പണായി വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിത് ആദ്യം നിങ്ങളോട് ലോഗിൻ ചെയ്യാൻ ചോദിക്കും. ലോഗിൻ ചെയ്തവർക്ക് ഇങ്ങനെയാണ് വരിക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഒന്ന് കൂടുതൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ട് മാറ്റി എടുക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ വേണ്ട അക്കൗണ്ട് സെലക്ട് ചെയ്താൽ നമ്മൾ ഡാഷ്ബോർഡ് വരുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് അനലറ്റിക്സ്, നമ്മളെ വാച്ച് ടൈം, വ്യൂവേഴ്സ് കൗണ്ട്, പിന്നെ ആവറേജ് ഡ്യൂറേഷൻ ഓഫ് വാച്ച്, അങ്ങനെ എല്ലാം കാണുന്നതായിരിക്കും. പിന്നെ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്ത വീഡിയോൻ്റെ പെർഫോമൻസും അതിൻ്റെ കൂട്ടത്തിൽ താഴെ കാണിക്കുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ റിയൽ ടൈം വ്യൂസ്, വാച്ച് ടൈം, വ്യൂവേഴ്സ് ഇതെല്ലാം കാണിക്കുന്നതാണ്. പിന്നെ അതിന് കിട്ടിയ ലൈക്സ്, പിന്നെ അതിൻ്റെ നമ്മൾ ടോപ്പ് വീഡിയോസിൻ്റെ വ്യൂവേഴ്സ് കൗണ്ട് അതെല്ലാം കാണിക്കുന്നതാണ്. പിന്നെ നമുക്കൊരു ഡാഷ്ബോർഡ് ഉണ്ട്. ഡാഷ്ബോർഡിൽ മെയിനായിട്ട് കാണിക്കുക നമ്മളെ വീഡിയോസ്, അതിൻ്റെ കമൻസ് സംഭവങ്ങളൊക്കെയാണ്. പിന്നെ നമ്മളെ വീഡിയോസ് മാത്രം സെലക്ട് ചെയ്താൽ അതിൻ്റെ അത് ഡാഷ്ബോർഡിൽ വീഡിയോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. വീഡിയോസ് മാത്രം സെലക്ട് ചെയ്താൽ വീഡിയോസുകൾ വേറെ കാണാം. ഓരോ വീഡിയോസിൻ്റെയും വ്യൂവേഴ്സ്, കമൻറ്റ്സ്, ലൈക്സ്, ഡിസ്ലൈക്സ് എല്ലാം കാണാവുന്നതാണ്. പിന്നെ അത് ഒരു വീഡിയോ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ അനലിറ്റിക്സ് മൊത്തം കാണാവുന്ന ഓവർവ്യൂ, റവന്യൂ ഉള്ളവർക്ക് റിവന്യൂ, എനിക്ക് റവന്യൂ ഇല്ല, റവന്യൂ ഉള്ളവർക്ക് റവന്യൂ, അങ്ങനത്തെ എല്ലാം കാണാവുന്നതാണ്. പിന്നെ നമ്മൾ നോക്കിയാൽ എല്ലാത്തിൻ്റെയും അങ്ങനെ തന്നെയാണ്. അതായത് റിയൽ ടൈം വ്യൂസ്, വാച്ച് ടൈം, ഈ നമ്മൾ വാച്ച് ടൈം റവന്യൂ എനേബിൾ ആകാൻ വേണ്ടിയിട്ടുള്ള വാച്ച് ടൈം സംഭവങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാവുന്നതാണ്. ഓരോ സമയം വാച്ച് ടൈമൊക്കെ മാറുന്നതൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കിട്ടിയതിനാണ്, പിന്നെ അങ്ങനത്തെ ഡീറ്റെയിൽസ് മൊത്തം ഇതിനകത്ത് ഉണ്ടാവുന്നതാണ്. പിന്നെ നമ്മളെ പ്ലേലിസ്റ്റുകൾ എഡിറ്റ് ചെയ്യാനും മാറ്റാനും സംഭവങ്ങളൊക്കെ ചെയ്യാനൊക്കെ വേണ്ടി നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഓരോ കമൻസ് വായിക്കാനും കമൻസിന് റിപ്ലൈ കൊടുക്കാനും ആപ്പ് തന്നെ യൂസ് ചെയ്യാം. യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ആപ്പാണ്. അപ്പോൾ ഒരു ക്രിയേറ്ററിന് വേണ്ടി മൊബൈലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ചാനൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആപ്പാണ്. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും അതിൽ കൂടെ തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ്, ഡിസ്ക്രിപ്ഷൻ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിലൂടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഒരു പെൻ ഐക്കൺ ഉണ്ടാവും. പെൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു ഓപ്ഷനാണ് വരിക. ഇതിനകത്ത് മേലെ ഒരു ഫോട്ടോ കാണാം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോൻ്റെ ഒരു പാർട്ട്, ആ പാർട്ട് ഏത് പാർട്ടാണ് നമുക്ക് വേണ്ടി ആ പാർട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് തംബ്നെയിലാക്കി വെക്കാം. അല്ലെങ്കിൽ നമ്മളെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെക്കുകയോ ചെയ്ത ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് എന്ത് ചെയ്യാം, തംബ്നെയിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമ്മളെ വീഡിയോൻ്റെ പാർട്സ് താഴത്ത് അവരിങ്ങനെ കാണിക്കുന്നതാണ്, അതും ചെയ്യാം. പിന്നെ വീഡിയോൻ്റെ ഇത് മാറ്റാം, പബ്ലിക്, അൺലിസ്റ്റഡ്, പ്രൈവറ്റ്, ഷെഡ്യൂൾ എന്ന് വെച്ചാൽ നമുക്ക് സമയം ചെയ്യാവുന്നതാണ്. അതിൻ്റെ അത് ഷെഡ്യൂളിൻ്റെ അകത്ത് ഞെക്കിയിട്ട് ഇന്ന സമയത്ത് ബ്രോഡ്കാസ്റ്റ്, ആ സമയത്ത് അപ്പോൾ എന്താവും, കറക്റ്റ് ഓൺലൈൻ ആവുന്നതാണ്. അത് പബ്ലിക്കിലേക്ക് മാറുന്നതാണ്. നമ്മൾ പ്രൈവറ്റ് വീഡിയോ പബ്ലിക്കിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ടാഗ്സ് കൊടുക്കാം. ടാഗ്സ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടാഗ് അതേപോലെ എന്താവും, ടാഗായിട്ട് മാറും. അപ്പോൾ കൂടുതൽ സെർച്ചൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, ആയിട്ടുള്ള വീഡിയോസിൻ്റെയൊക്കെ കമൻറ്റ്സ് ടാഗ്സ് നമുക്ക് നോക്കിയിട്ട് ആ ടാഗ്സ് എന്ത് ചെയ്യാം, നമ്മളെ വീഡിയോസിനും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് സേവ് അടിച്ചാൽ ആ ടാഗ്സ് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതിനകത്ത് അഡ്വാൻസ് സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് വീഡിയോൻ്റെ കാറ്റഗറി മാറ്റാവുന്നതാണ്. ഗെയിമിങ്, ട്രാവൽ ആൻഡ് ഇവൻറ്റ്സ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിലേതാണെന്ന് വെച്ചാൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്യാം. പിന്നെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ കിഡ്സ്, മെയ്ഡ് ഫോർ കിഡ്സ്. പിന്നെ കിഡ്സ് കാണണ്ടാത്ത വീഡിയോസ് ആണെങ്കിൽ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്. ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് സേവ് ചെയ്താൽ
അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.